ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് ഫ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂർ പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാർട്ട് 2 ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ എണിച്ചപ്പോഴത്തെ നമ്മൾ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 4-5 മണിയാകുമ്പോൾ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. 2 ബെഡിനെ ഒന്നാക്കിയതാണ് കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ബെഡിൻ്റെ കോലം. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും റെഡി ആയിക്കഴിഞ്ഞ് ഇനി ഇതാ നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ലോഡ്ജ് എന്ന് പറയുമ്പോൾ ഇതായിരുന്നു കേട്ടോ, KGN പറഞ്ഞിട്ടുള്ള ഒരു ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി നമ്മൾ ഇനി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ചാമുണ്ഡി ഹിൽസിലോട്ടാണ് കേട്ടോ. ആദ്യം പോയത് ചാമുണ്ഡി ഹിൽസിലോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ നൈറ്റ് കഴിച്ച അവിടെ നിന്ന് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂരി, അതുപോലെ തന്നെ ദോശ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ജയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് വന്നതാണ് കേട്ടോ. അവിടേക്ക് വന്നിട്ടാണ് പിന്നെ നമ്മൾ ചാമുണ്ഡി ഹിൽസിലോട്ട് പോയത് കേട്ടോ. ഇതാണ് കേട്ടോ വാട്ടർ ജയിലെന്ന് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വെള്ളം അങ്ങനെ അടിക്കാമെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത്. കറക്റ്റായിട്ടൊന്നും അറിയില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്ത് നിന്നിട്ട് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ ഇങ്ങനെ മരിച്ചു കിടന്ന സ്ഥലമല്ലേ, മരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം, അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഇനി നമ്മൾ വന്നത് ടിപ്പു സുൽത്താനെ അടക്കം ചെയ്തത് അവിടെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഉള്ളിലൊരു പള്ളി പോലത്തെ സംഭവമായിരുന്നു കേട്ടോ. അവിടെയായിരുന്നു അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഒരു മൈൻഡ് തന്നെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ചാമുണ്ഡി ഹിൽസിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹിൽസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോണ ടൈമിൽ മൈസൂർ ഫുള്ളായിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഹിൽസ് കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മൈസൂർ ഫുള്ളായിട്ട് ടൗണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചാമുണ്ഡി ഹിൽസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. സമയമൊക്കെ ഒരു 11-11:30 ആയിട്ടുണ്ടാവാം. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടൈമിലായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചാമുണ്ഡി ഹിൽസ് എന്ന് പറയുമ്പോൾ അതൊരു ടെമ്പിളാണ് കേട്ടോ. ചാമുണ്ഡി എന്തോ പറഞ്ഞിട്ടൊരു ടെമ്പിളായിരുന്നു. അവിടെ ഫുള്ളും എന്താ പറയുക, ഈ ഓരോരോ നേർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ടെമ്പിൾ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മേലേക്ക് നോക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും വെയിലായിരുന്നു. നമ്മൾ എന്താ പറയുക, ഒന്നില്ല കുട അല്ലെങ്കിൽ ക്യാപ്പൊക്കെ എടുത്തിട്ട് വരണമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളിനി നേരെ പോകുന്നത് സൂയിലോട്ടാണ്. സൂവിൻ്റെ മുമ്പ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ സൂവിൽ പോയത്. നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കിട്ടിയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ എല്ലാ കേരളത്തിലുള്ള എല്ലാ വണ്ടികളും കേരളവും അവിടെ ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സൂ ആണ്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് സ്പോട്ടായ സൂവിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി സൂ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ.
പിന്നെ എനിക്ക് സൂവിൻ്റെ ഉള്ളിൽ പോയിട്ട് അത്ര വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കൂടിയതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാവുന്നത് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും സൂവിൽ പോയി എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു സൂ ഫുള്ളും കണ്ടപ്പോൾ. അത് എത്രയോ മണിക്കൂർ കണ്ട സൂ പെട്ടെന്ന് നമ്മൾ കണ്ടിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സ്കൂൾ ലൈഫിലെ ലാസ്റ്റത്തെ ടൂറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സത്യമംഗലം വഴിയാണ് കേട്ടോ പോയതും വന്നതൊക്കെ സത്യമംഗലം വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ടവിടെ വെച്ചിട്ട് ആനനെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ എനിക്ക് ഒരവിടെ മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വരുന്ന സമയത്തൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കഴിയേണ്ട ഒരു വൈബിലായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ ഹിൽസൊക്കെ ഇറങ്ങി നമ്മളൊരു പമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊരു 2 മണി ആവണ സമയത്ത് നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ അവിടെ വന്ന് നിന്നിട്ടാണ് കേട്ടോ ചിന്നത്തെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി 2 മണിക്കാണ് കേട്ടോ എത്തിയത്.
പിന്നെ എനിക്ക് എന്താ പറയുക വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എണീച്ചത് തന്നെ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഇതാ എണീച്ചതിന് ശേഷമാണ് കേട്ടോ സഹറാക്ക് മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ സഹറ മോൾക്ക് കൊടുത്തത്. ഞാൻ സഹറ മോൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാതും മേടിച്ചത്. എന്നിട്ട് താത്തയും ഉമ്മയും പറഞ്ഞു നീ സഹറാക്കെങ്കിലും മേടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് താത്ത ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എല്ലാവർക്കും സന്തോഷമായി സഹറ മോൾക്ക് വാങ്ങിയത്. അപ്പോൾ എനിക്ക് സഹറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവനാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ബൊമ്മയും അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൂച്ചക്കുട്ടികൾ, നായ്ക്കുട്ടികളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ ഒരു ബൊമ്മയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഹെയർ ബാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ചന്തം കണ്ടപ്പോൾ ഒരു ഹെയർ ബാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവൾക്ക് കുഞ്ഞ് ചെരുപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പൊന്നും ഇപ്പം ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ കുറച്ച് വലുതായാലും കുഴപ്പമില്ലല്ലോ, കുറച്ചും കൂടെ വലുതായ ആൾക്ക് ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താത്താക്കൊരു ഞാൻ 10th ടൂർ പോയപ്പോൾ ഒരു പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ അവൾക്കും മേടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവൾക്കൊരു പേഴ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഹെയർ ബാൻഡും, പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കണ ഒരു ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ചെവി ഇങ്ങനെ പൊന്തണ പോലത്തെ എന്തോ സംഭവം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവൾ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലുള്ള ഉമ്മയും താത്തയും ഞാനും ഹാപ്പിയാണ് കേട്ടോ ഗൈസ് അവൾക്ക് മേടിച്ചതിൽ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഞാൻ അവൾക്ക് മേടിച്ച സാധനങ്ങളൊക്കെ. പിന്നെ അത് അവിടെ ചെരുപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ മേടിച്ച ചെരുപ്പ്. അപ്പോൾ ഇതായിരുന്നു ഇത്ര വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് റീന. ബൈ.